പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഇനി വെറും 5 ദിവസം മാത്രം. മാർച്ച് മാസം 25-ാം തീയതിയിലെ വെളുത്തവാവ് കഴിയുന്നതോടുകൂടി ജീവിതം തലകീഴായി മാറിമറിയുകയും ഇരട്ടി ഭാഗ്യം അനുഭവയോഗ്യമാകുകയും ചെയ്യുന്ന നക്ഷത്രജാതകരുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയാം ഭാഗ്യശാലികളായ ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരുടെ ജീവിതത്തിൽ സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാൻ സാധ്യതകൾ കൂടുകയാണ്. ഈ ദിവസത്തിന് ശേഷം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും സാധിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല മെച്ചപ്പെട്ടൊരു സാഹചര്യം തന്നെയാണ് ഇവർക്ക് വരുന്നത്. പ്രായമായവർക്ക് പാദത്തിന് വേദന, നീർക്കെട്ട് എന്നിവ ചെറിയ രീതിയിൽ അനുഭവപ്പെടും. കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും. ഭാര്യാഭർത്തൃ സൗഖ്യം, സന്താന സൗഖ്യം, ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയം ആണ്. പരീക്ഷകളിൽ വിജയം, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ടു തുടങ്ങുന്ന സമയമാണ്. ദൈവാധീനം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഗൃഹത്തിൽ സന്താന ഭാഗ്യം, സർക്കാർ സംബന്ധമായി തടസ്സപ്പെട്ടിരുന്ന ധനം ലഭിക്കാൻ യോഗം, കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗം എന്നിവ ലഭിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് അർച്ചന, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ദേവിക്ക് ഐക്യമത്യ സൂക്താർച്ചന, ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചിലവുകളും ഇവരുടെ നിയന്ത്രണങ്ങൾക്കൊപ്പമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല കാലമാണ്. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരം ലഭിക്കും. തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉടൻ തൊഴിൽ യോഗം കാണുന്നുണ്ട്. കർമ്മസ്ഥാനത്തിന് മാറ്റം. ഇനി വരുന്ന ദിവസങ്ങൾ, അതായത് മാർച്ച് 25 മുതൽ വിദേശയാത്ര കാത്തിരിക്കുന്നവർക്ക് അതിനും സാധിക്കും. വിദേശത്ത് പഠിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം, മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് അനുകൂല സാഹചര്യങ്ങൾ, ഒപ്പം കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കുന്ന സാഹചര്യം എന്നിവ കാണുന്നു. അഭീഷ്ട കാര്യങ്ങൾക്ക് അനുകൂല അവസരം. പുതിയ വസ്ത്രം, വാഹനം, സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് വന്നു ചേരും. വിവാഹബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും. കലാകാരന്മാർക്കും നല്ല കാലമാണ്. പുതിയ രചനകൾക്ക് അവസരം ഉണ്ടാകും. എഴുത്തുകാർക്ക് നല്ല സമയം. ഭവന നിർമ്മാണം, പുതിയ ഭൂമി, സഹോദര സൗഹൃദം, പുനഃസമാഗമം എന്നിവയ്ക്കും മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മുഖേന സന്തോഷിക്കുന്നതിനുള്ള അവസരവും ലഭിക്കും. കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കണ്ണ്, ഖണ്ഡം എന്നിവയിൽ അലർജി സംബന്ധമായ അസുഖ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾ മെല്ലെ മെല്ലെ അനുഭവത്തിൽ വന്നു ചേരും. വിദേശ സ്വദേശവാസികൾക്ക് പൊതുവെ സമയം ഉത്തമമാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ശനീശ്വരന് നീരാജനം, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആയില്യപൂജ, നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഗുണം ചെയ്യുന്നതായിരിക്കും. സാമ്പത്തിക പുരോഗതിയുടെ വാതിലുകൾ മാർച്ച് 25 മുതൽ തുറന്നു കിട്ടുന്നൊരു നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകർ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അവസരം ഇവർക്ക് ഈ ദിവസം മുതൽ ലഭിക്കും. സന്താനങ്ങൾക്ക് പഠന വിജയം, ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ അവസരമുണ്ടാകും. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം.
ചെറിയ നാണ്യവിളകൾ കൂടാതെ റബ്ബർ, ഏലം, ജാതി, വാഴ, നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം. പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമല്ല. വിവാഹ ആലോചനകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗം ശ്രദ്ധിക്കുക. അമിത വേഗം ഒഴിവാക്കിയില്ലെങ്കിൽ വാഹന അപകടങ്ങൾക്കും സാധ്യതയുള്ള ദിവസങ്ങളാണ്. വീട് പുതുക്കി പണിയുന്നതിന് അനുകൂല സമയം. പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും അവ അനുകൂലമാക്കുന്നതിനും അവസരം ഉണ്ടാകും. വ്യാഴൻ്റെ അനുകൂല അവസ്ഥ കാരണം തൊഴിൽ രംഗത്ത് ശോഭിക്കാൻ അവസരം ലഭിക്കും. തടി വ്യാപാരം, റിയൽ എസ്റ്റേറ്റ്, ഇരുമ്പ്, കമ്പി, സിമൻറ്റ്, സാനിറ്ററി വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യബന്ധനം, വിൽപ്പന തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സർപ്പ അനുഗ്രഹം വരുത്തിക്കൊണ്ട് വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹബന്ധം ലഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. കുടുംബത്തിൽ സൽസന്താന യോഗം കാണുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രാഭരണങ്ങൾ എന്നിവ ലഭിക്കും. ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാജനം, ശബരിമല ദർശനം, നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മാർച്ച് 25 മുതൽ ഇവരുടെ മോശം സമയം അവസാനിക്കുകയാണ്. വ്യാഴൻ്റെ ഇഷ്ടസ്ഥിതി മൂലം ദോഷങ്ങൾ പരിഹരിച്ചു കിട്ടും. സന്താനങ്ങളുടെ ഭാഗ്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഗൃഹം, വാഹനം എന്നിവയ്ക്ക് വേണ്ടിയും ധനം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ആതുര സേവകർ തുടങ്ങിയവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഗൃഹയോഗം, വാഹനയോഗം, സന്താനയോഗം എന്നിവയ്ക്കും അനുകൂല സമയമാണ്. ക്ഷേത്രപൂജകൾ ചെയ്യുന്നവർ, സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സംഘടനാ പ്രവർത്തകർ എന്നിവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അധിക ധനം മുടക്കില്ലാതെ അത് സാധ്യമാകും. ദൂരയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് പഠനകാര്യങ്ങളിൽ ഉന്നതിയും തൊഴിൽ രഹിതർക്ക് ചെറിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവസരം ഉണ്ടാകും. ബന്ധുക്കളെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ദോഷപരിഹാരത്തിന് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഹനുമാന് വടമാല, ആയില്യപൂജ, പുറ്റും മുട്ടയും സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ കൂറുകാർക്ക് വ്യാഴൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ട്. എല്ലാ രംഗങ്ങളിലും വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽപരമായും സാമ്പത്തികമായും കാലം അനുകൂലമാണ്. അർഹതപ്പെട്ട പ്രമോഷൻ ലഭിക്കാൻ ഈ ദിവസങ്ങളിൽ യോഗമുണ്ട്. തൊഴിൽ രഹിതർക്ക് പരിശ്രമത്തിലൂടെ തൊഴിൽ ലബ്ധി, സന്താനങ്ങൾക്ക് രോഗശമനം ഇതിന് സാധ്യത. ഇണകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹനിർമ്മാണത്തിന് സർക്കാർ വഴിയോ വായ്പ വഴിയോ ധനം ലഭിക്കും. മുടങ്ങിയിരുന്ന വിദ്യാഭ്യാസം തുടരാൻ ഉത്തമ സമയം. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടാകും. നട്ടെല്ല്, കണ്ടം, കണ്ണ് എന്നിവയുടെ ചികിത്സ പ്രയോജനപ്പെടും. പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരങ്ങളുണ്ട്. ശാരീരികമായും മാനസികമായും നല്ല സമയം തന്നെയാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് വിഷ്ണുവിന് പാൽപായസം, ഗണപതിക്ക് അർച്ചന, ഹോമം, ഹനുമാന് വടമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തിരുവോണം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടാനും അതിൽ നേതൃത്വം വഹിക്കാനും ഇടവരും. സന്താനങ്ങളെ കൊണ്ട് പിതാവിനും മാതാവിനും ഉയർച്ചകൾ ഉണ്ടാകുന്ന കാലമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സമയം അനുകൂലമായിട്ട് ഭവിക്കും. ഉടൻ തന്നെയൊന്നും അതിന് മാറ്റം ഉണ്ടാകില്ല. എഴുതുന്ന പരീക്ഷകളിൽ 100% വിജയം പ്രതീക്ഷിക്കാം. നല്ല ഗൃഹം, വാഹനം, വസ്ത്രം എന്നിവ ലഭിക്കാൻ യോഗമുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെടും. ഇരുമ്പ്, തടി, മില്ല് എന്നിവയുള്ളവർക്ക് അനുകൂല സമയം. ഈ വക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉന്നതന്മാരിൽ നിന്നും പ്രശംസ ലഭിക്കും. വിദേശ സ്വദേശവാസികൾക്ക് തൊഴിൽപരമായിട്ട് അല്പം തടസ്സം അനുഭവപ്പെടുമെങ്കിലും ഈ വെളുത്തമാവോടുകൂടി അതും പരിഹരിക്കും. യുവമിഥുനങ്ങൾക്ക് സന്താനയോഗം, വിദ്യാർത്ഥികൾക്ക് പഠന വിജയം, വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ നിവർത്തി, ബന്ധുക്കളിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കും.
പിണങ്ങിക്കഴിഞ്ഞിരുന്നവർക്ക് ഒരുമിക്കുവാൻ യോഗം കാണുന്നുണ്ട്. കൃഷിസ്ഥലങ്ങൾ നന്നാക്കാൻ അവസരം ലഭിക്കും. തരിശ് ഭൂമി കൃഷിക്ക് ഉപയോഗ ഫലമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ലാഭകരമാക്കാനും കഴിയും. തടസ്സപ്പെട്ടിരുന്ന തൊഴിൽ പുനരാരംഭിക്കാൻ നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പപ്രീതി, കുടുംബദേവതാ പ്രീതി, ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.